യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ജുബിലാത്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ധ്യാനിക്കുക പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 26-ാം തിരുവചനമാണ്. ആ തിരുവചനം ഇപ്രകാരം വായിക്കുകയാണ്: ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ്സ് തരും. അതായത് ദൈവമായ കർത്താവിനെ ആരാധിച്ച് ഭക്തിയുടെ ജീവിതം നയിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരനുഗ്രഹമാണ് ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാകുകയില്ല എന്നത്. ഇന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പം നമ്മൾ കാണുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അനേകം കുടുംബങ്ങളിൽ സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഒന്നുകിൽ ഗർഭചിത്രം ഉണ്ടാകുന്നത് കൂടെ ഉണ്ടാകുന്ന ഗർഭചിത്രം, അല്ലെങ്കിൽ സന്താന ഭാഗ്യമേ ഇല്ല, അവർക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഗർഭിണിയാകാൻ ഗർഭാവസ്ഥയിലെത്താൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകൾ, ഒത്തിരിയേറെ ചികിത്സകളൊക്കെയായി കഴിഞ്ഞുകൂടുന്ന ദുഃഖിതരായ അനേകം ദമ്പതിമാരെ നമ്മൾ കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, കരുണ്യവാനായ കർത്താവ് നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക? വളരെ നാളുകൾക്ക് മുമ്പ് എൻ്റെ അരികിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സഹോദരിയുടെ കാര്യം ഞാൻ ഓർക്കുന്നു. അവർ എന്നോട് പറഞ്ഞു, അവർ 3 തവണ ഗർഭിണിയായി 3 തവണയും അബോർഷനായിപ്പോയി, മിസ്കാരേജ് നടന്നു, ഗർഭചിത്രം നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ മകള് വളരെ ദുഃഖിതയാണ്. കൂടെ ഉണ്ടായ അബോർഷനുകൾ, മിസ്കാരേജ്, അത് അവളുടെ മനസ്സിനെ തകർത്തി. ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഉള്ള അനുഗ്രഹം എനിക്ക് ലഭിക്കുകയില്ല എന്ന ദുഃഖം, അത് പണ്ട് എന്നതുപോലെ തന്നെ ഇന്നും നമ്മുടെ നാട്ടിൽ സന്താന ഭാഗ്യമില്ലാത്ത അവസ്ഥ ഒരു ശാപമായി തന്നെയാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മകളെ പ്രത്യേകമായിട്ട് നിരീക്ഷിക്കാനായിട്ടിടയായി, പ്രാർത്ഥിക്കാനിടയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസരത്തിൽ ദൈവമായ കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നു. അവർ അന്യദൈവ ആരാധനകളിലും ക്ഷുദ്രപ്രവർത്തികളിലുമൊക്കെ വിശ്വസിച്ച് അത്തരം പ്രവർത്തികൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മകളാണ്. അവരുടെ അരയിൽ എപ്പോഴും ഒരു ഏലസ് കെട്ടിയിരുന്നു. ഈ ഏലസിൻ്റെ സാന്നിധ്യം അവൾ എപ്പോഴൊക്കെ ഗർഭിണിയാവുന്നു അപ്പോഴൊക്കെ അവളുടെ ഉദരത്തിൽ ജനിക്കുന്ന ശിശുവിനെ നശിപ്പിക്കാൻ ഇടയായിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവൾക്ക് ഗർഭചിത്രം ഉണ്ടായിക്കൊണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ ആ മകളോട് സംസാരിച്ചു. അവൾ അതെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. തകിടുകൾ, ഏലസുകൾ, മന്ത്രച്ചരടുകൾ മുതലായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാനായിട്ടുള്ളൊരു തീരുമാനം അവൾ എടുത്തു. അങ്ങനെ ആ തീരുമാനത്തിലേക്ക് വന്നതോടുകൂടെ 4ാമത് ദൈവം അവൾക്ക് ഗർഭിണിയാകാനുള്ള കൃപ നൽകി. ആ കുഞ്ഞ് ആരോഗ്യവാനായി ജനിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവ ആരാധനയിൽ നിന്ന് അകന്നു നിൽക്കുകയും തെറ്റായ ആരാധനകളിൽ പ്രവേശിക്കുകയും ചെയ്യുമ്പം അത് സന്താന ഭാഗ്യത്തിന് എതിരായും അത് നമ്മളിൽ പ്രവർത്തിക്കും എന്ന് ഒരു കാര്യം കർത്താവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇനി നമ്മുടെ എല്ലാ നാടുകളിൽ തലമുറയായിട്ട് ചിലപ്പോൾ സന്താന ഭാഗ്യമില്ലാത്തവരുടെ ഒരു ശാഖ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതിന് പിന്നിൽ
പ്രധാനപ്പെട്ട ഒരു കാരണം അത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. അവിടെ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. 24 മുതലുള്ള വചനം നമ്മൾ വായിച്ചാൽ നമുക്ക് അത് വ്യക്തമാകും. അവൾ അത്യുന്നതൻ്റെ നിയമം ലംഘിച്ചു, ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ പൂർവികർ തെറ്റായ രീതിയിലുള്ള ലൈംഗിക വൃത്തികളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകാത്ത ഒരു അപകീർത്തിയായി അവരുടെ മേലും അവരുടെ തലമുറകളുടെ മേലും നിലനിൽക്കുന്നു എന്നാണ് ദൈവമായ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാൻ വായിച്ചപ്പോഴാണ് നിയമാവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അവിടെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, വേശ്യാപുത്രൻ സഭയിൽ പ്രവേശിക്കരുത്, 10-ാമത്തെ തലമുറ വരെ അവനോ അവൻ്റെ സന്തതികളോ സഭയിൽ പ്രവേശിക്കരുത് എന്നാണ് എഴുതിയിരിക്കുക. എന്ന് പറഞ്ഞാൽ മായാത്ത ഓർമ്മ, അപകീർത്തിയുടെ ഓർമ്മ 10 തലമുറ വരെ നിൽക്കുന്നുണ്ട് എന്നാണ് അവിടെ തിരുവചനം നമ്മളെ ഓരോരുത്തരെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, 10 തലമുറകൾ വരെ സംവഹിക്കപ്പെടുന്ന അപകീർത്തിയുടെ ഓർമ്മ വഹിക്കുന്ന ഒരു തലമുറ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ലൈംഗിക അശുദ്ധി എന്ന് പറയുന്നത് വളരെ ഘോരമായ ഒരു പാപപ്രവൃത്തിയാണെന്ന സത്യം പലരും തങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോകുന്നു. ലൈംഗികതയെ വിശുദ്ധിയുടെ, ദൈവകൃപയുടെ, അനുഗ്രഹത്തിൻ്റെ ഒരു കഴിവായിട്ടാണ് മനുഷ്യന് ദൈവം നൽകിയതെങ്കിൽ മനുഷ്യനത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് അത് അനേക തലമുറകൾക്കുള്ള ശാപമാക്കി മാറ്റുന്നുണ്ട് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൽ 18-ാം തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ദൈവമായ കർത്താവ് അബീമലേക്ക് എന്നു പേരായ രാജാവിനോട് പറഞ്ഞു, നീ ചെയ്ത തെറ്റുകൊണ്ടാണ് നിൻ്റെ കുടുംബത്തിൽ ഈ ശാപം വന്നിരിക്കുന്നത്. എന്താണ് അബീമലേക്കിൻ്റെ കുടുംബത്തിൽ വന്ന ശാപം? അവൻ്റെ അന്തഃപുരത്തിലെ എല്ലാ സ്ത്രീകളും, അവൻ്റെ ഭാര്യ മാത്രമല്ല, അവിടെയുള്ള ജോലിക്കാരുൾപ്പെടെ അന്തഃപുരത്തിലെ അവൻ്റെ കുടുംബത്തിലെ എല്ലാ സ്ത്രീകളും വന്ധ്യകളായിട്ട് മാറി. എപ്പോഴാണ് അവൻ്റെ അന്തഃപുരത്തിലെ സ്ത്രീകളൊക്കെ വന്ധ്യകളായി മാറിയത്? അവൻ അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറായെ പിടിച്ചുകൊണ്ട് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവളുമായി പാപം ചെയ്യാനായിട്ട് അവൻ ആഗ്രഹിച്ചു. ഒരു വ്യഭിചാരത്തിന് അവൻ പുറപ്പെടുമ്പോൾ തന്നെ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു ശാപം ഗ്രഹിച്ചു കഴിഞ്ഞു. അത് പിൻതലമുറകളിലേക്ക് സംഭവിക്കപ്പെടാൻ ഇടയാകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവ് അബീമലേക്ക് എന്ന രാജാവിന് ഒരു മുന്നറിയിപ്പ് നൽകി, അനുതപിക്കാൻ മുന്നറിയിപ്പ് നൽകി. അവൻ അനുതപിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സായപ്പോൾ ദൈവമായ കർത്താവ് ഇങ്ങനെ അവനോട് പറഞ്ഞു, അബ്രാഹം
അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നിൻ്റെ മേൽ വന്ന ശാപം നീങ്ങിപ്പോകും. അങ്ങനെ അബ്രാഹാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ശാപമേറ്റ ഈ അബിമലേക്കും അബിമലേക്കിൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിൽ നിന്ന് ശാപമകന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പീഡകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പീഡകൾക്ക് പിന്നിൽ ഇതുപോലെയൊരു കാര്യമുണ്ടാകാം. ആ വിഷയത്തെ ഓർത്ത് ദൈവത്തോട് മാപ്പ് ചോദിച്ച് അനുതപിച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ഒരു ദൈവത്തിൻ്റെ ദാസൻ, ഒരു ദൈവദാസൻ്റെ ആശീർവാദം, വിടുതൽ പ്രാർത്ഥന നിങ്ങൾ സ്വീകരിച്ചാൽ ആ മേഖലയിൽ വന്നിട്ടുള്ള തടസ്സങ്ങളിൽ നിന്ന് പരിപൂർണമായി ദൈവം മോചിപ്പിക്കുമെന്ന സത്യം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. എല്ലാ കുടുംബവും അനുഗ്രഹീതമായി തീരട്ടെ. ഒരു കുടുംബത്തിൽ നിന്നും ഈ ദൈവാനുഗ്രഹം അകന്നു നിൽക്കുവാൻ ഇടയാകാതിരിക്കട്ടെ. കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കട്ടെ. അനുഗ്രഹത്തിൻ്റെ ഉറവിടം കർത്താവാണ് എന്ന തിരിച്ചറിവോടെ ദൈവഭക്തിയിൽ വ്യാപരിക്കാൻ നമുക്ക് തയ്യാറാകാം. പ്രൈസ് ദി ലോർഡ്. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ നാഥ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവേ നാഥ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ, അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന ആമേൻ, ആരാധന, 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 ആരാധന ആമേൻ, ആരാധന, ആരാധന ആമേൻ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി സ്തുതി സ്തുതി. യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിലെ സ്നേഹമുള്ളവരെ, കാരുണ്യവാനായ കർത്താവ് മനുഷ്യന് നൽകിയ കഴിവുകളിലെ വളരെ മനോഹരമായ ഒരു കഴിവാണ്, വളരെ അനുഗ്രഹീതമായൊരു കഴിവാണ് സന്താന ഉൽപാദനത്തിനുള്ള കഴിവ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത. ഈ ലൈംഗികത ദൈവം ആഗ്രഹിച്ച രീതിയിൽ അത് ഉപയോഗിക്കുമ്പം അത് വലിയ അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറും. എന്നാൽ അത് തെറ്റായ രീതിയിൽ അതിനെ കാണുകയും ദൈവം അനുവദിച്ചിട്ടില്ലാത്ത മേഖലകളിലൂടെ അത് ഉപയോഗിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തേക്കാൾ ഏറെ വലിയ ശാപങ്ങളായിട്ട് മാറുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ചില പൈശാചികവും ശാപം നിറഞ്ഞതുമായ ബന്ധനങ്ങളാണ് മക്കളില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഗർഭചിത്രത്തിൻ്റെ അവസ്ഥ, കൂടെ കൂടെ ഉണ്ടാകുന്ന മിസ്കാരേജ്. ഇതെല്ലാം വലിയ അസ്വസ്ഥതയായിട്ട് മനുഷ്യവംശത്തിൽ നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലോ ഏതെങ്കിലും സമയങ്ങളിൽ ലൈംഗികതയെ നമ്മൾ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളായിട്ട് മാറിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. കർത്താവ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 2-ാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുവാൻ ഒരു ചാട്ട, എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം, ഇത് തന്ന് ഈ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാണ്ട് തെറ്റിലകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഓർത്ത് തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മുടെ എണ്ണമേറിയ വീഴ്ചകളെ ഓർത്ത് ഈശോയോട് നമുക്ക് ഈ നിമിഷം ഒരു ഗാനത്തിലൂടെ മാപ്പ് ചോദിക്കാം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണമറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണമറ്റിയ വിളക്കുമായി നീങ്ങിടുന്ന ജീവിതം. വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ.
നാഥ പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ. നമ്മുടെ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് നൽകുന്ന കർത്താവ്, നമ്മെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ദൈവം കാൽവരിയിൽ നമുക്ക് വേണ്ടി ശിക്ഷകൾ ഏറ്റെടുത്തു. ആ കുരിശിലേക്ക് നമ്മുടെ എല്ലാ വീഴ്ചകളെയും ഓർത്ത് മാപ്പ് ചോദിച്ച് ദൈവകരുണ നമുക്കിപ്പോൾ യാചിക്കാം. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരുന്നു. പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കരുണ തോന്നണം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ പാപിയാണു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കൃപയൊഴുകട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ. തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ കൃപകളും ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരട്ടെ. അതിന് തടസ്സമായി ഞങ്ങളുടെ പാപത്തിലൂടെ കടന്നു വന്ന ശാപങ്ങൾ, ബന്ധനങ്ങൾ എല്ലാം വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ വിട്ടുപോകട്ടെ, പരിപൂർണമായി വിട്ടുപോകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും മോചനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, 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 സ്തുതി. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.